ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊലത്താണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന രണ്ട് വണ്ടികളാണ്. ഒന്ന് ക്ലാസിക് ക്രോം ആണ്, BS6. അതേമാതിരി BS4 വരുന്ന തണ്ടർബേർഡ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ യൂസ്ഡ് മാർക്കറ്റിൽ വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. ഇപ്പം ഞാൻ കുറേ വീഡിയോ തണ്ടർബേർഡിനെ കുറിച്ച് എടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തണ്ടർബേർഡ് ലോങ് റൈഡിന് പറ്റിയ നല്ലൊരു വണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ എടുത്ത ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, തണ്ടർബേർഡ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്ന വണ്ടികളുണ്ട്. അത്യാവശ്യം ഓയിൽ മാത്രം മാറ്റി കൊണ്ടെടുക്കുന്ന വണ്ടികളും ഓയിൽ സമയത്തും മാറ്റാൻ കൊണ്ടെടുക്കുന്ന വണ്ടികളും മാക്സിമം ചവറാക്കി കൊണ്ടെടുക്കുന്ന വണ്ടികൾ ഒരുപാട് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊന്നും ഓടിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും തണ്ടർബേർഡിനെ വാല്യുവേറ്റ് ചെയ്യരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അപ്പോൾ തണ്ടർബേർഡ് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടെടുക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ലോങ് റൈഡിനും അത്യാവശ്യം സിറ്റി റൈഡിന് ഒരു ഹൈ ഹാൻഡിൽ വെച്ചിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇത് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ തണ്ടർബേർഡ് എക്സ് ആണ്. തണ്ടർബേർഡ് എക്സിന് വരുന്നത് സിംഗിൾ സീറ്റാണ് വരുന്നത്. കുറച്ച് ഫോമൊക്കെ വെച്ച് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുള്ള സീറ്റാണല്ല, സുഖം കിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്ക് റെസ്റ്റും ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. സാറിന് ഗ്രാബ്രയിലാണ് ഉണ്ടാവുക. തണ്ടർബേർഡ് എക്സിന് ബാക്ക് റെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തണ്ടർബേർഡ് പഴയ മോഡലിന്റെ BS3 ഹാൻഡിൽ ബാർ ആണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എക്സ് ആകുമ്പോൾ തണ്ടർബേർഡുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് വീൽസ്, രണ്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ അതേമാതിരി സ്പിറ്റ് സീറ്റുള്ള സിംഗിൾ സീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മീറ്റർ ബ്ലാക്ക് കളറിലേക്കാണ് വരുന്നത്. അതേമാതിരി ഹെഡ്ലൈറ്റ് ബാക്ക് ക്രോം ഉള്ളത് ബ്ലാക്കിലാണ് വരുന്നത്. ഇതാണ് മെയിനായിട്ട് ഡിഫറൻറ്റ്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ പട്ടി, അതായത് ക്ലാമ്പ് വരുന്നത് പഴയ മോഡൽ ഒരു RX ഒരു പഴയ മോഡൽ ടൈപ്പ് ആയിരുന്നു. കുറച്ച് മോഡേൺ ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് തണ്ടർബേർഡ് എക്സ് ആകുമ്പോൾ. ഇതിന്റെ ഒരു ഫിറ്റിങ്സ് ഒക്കെ ഒരു മോഡേൺ ലുക്കിലേക്കാണ് വന്നത്. തണ്ടർബേർഡ് ആകുമ്പോൾ ഒക്കെ ഒരു ക്രോമിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ്. കാരണം ഇത് ക്രോമാണ്, ഹെഡ്ലൈറ്റിന്റെ ബാക്ക് ക്രോമാണ് വരുന്നത്. അതേമാതിരി ഇവിടെയുള്ള ഈ ബോക്സ് ഒക്കെ ക്രോമാണ്. ഒരു ടൂള് കം RR ബോക്സ് ആണ്, ഫ്യൂസ് അപ്പുറത്താണ് വരിക. അപ്പോൾ ഈ ഒരു ബോക്സും ക്രോമാണ്, സൈലൻസറൊക്കെ ക്രോമാണ് വരുന്നത്. അപ്പോൾ ക്രോമിന്റെ ഒരു അതിപ്രസരം ആവശ്യമുള്ളവർക്ക് തണ്ടർബേർഡ് എടുക്കാവുന്നതാണ്. പക്ഷേ തണ്ടർബേർഡ് എക്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ് വീൽസിന്റെ എന്നുള്ള തന്നെയാണ്. അപ്പോൾ അലോയ് വീൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സ്റ്റഡി ആയിട്ടുള്ള റൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള വലിയൊരു ബെനിഫിറ്റ് ആണ്. അതായത് സ്പോക്ക് വീലാകുമ്പോൾ കുറച്ച് ഓടിക്കഴിയുമ്പോൾ റിമ്മ് ബെൻഡ് ആവും. അതേമാതിരി സ്പോക്കിന്റെ ട്യൂണിങ് ഔട്ട് ആവും. അതേമാതിരി ചെറുങ്ങനെ വൈബ്രേഷൻ തുടങ്ങും. ഇതാവുമ്പോൾ നമുക്ക് ട്യൂബ്ലെസ് ടയർ ഉപയോഗിക്കാം. മാത്രമല്ല സ്റ്റഡി ആയിട്ട് റൈഡിങ്ങും പറ്റും എന്നുള്ളതാണ് തണ്ടർബേർഡ് എക്സിന്റെ പ്രത്യേകത. എക്സിന് ഉണ്ടായിരുന്ന പോരായ്മ പറഞ്ഞാൽ ഷോർട്ട് ഹാൻഡിലായിരുന്നു കൊടുത്തേക്കുന്നത്. മിക്കവാറും ഒരു സിറ്റി റൈഡിന് കൂടുതലായിട്ട് ഓടിക്കുന്ന ആൾക്ക് ഏറ്റവും ഒരു യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാറാണ് ഷോർട്ട് ഹാൻഡിൽ ബാർ കൊടുത്തത്. അപ്പം ലോങ് റൈഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് തണ്ടർബേർഡ് പഴയമുള്ള ഇതേമാതിരി ഹാൻഡിൽ ഫിറ്റ് അൾട്ടിവേഡ് നല്ല ഉഷാറായിട്ട് ലോങ് റൈഡ് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. UC എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ജെ സീരീസിനേക്കാൾ കുറച്ചുകൂടെ ഇതുവരെ പ്രൂവ് ചെയ്തൊരു എഞ്ചിനാണ്. ജെ സീരീസ് മോശം എഞ്ചിൻ എന്ന് ഒരിക്കലും പറയില്ല. ഇത്രയും വർഷങ്ങളായിട്ട് പ്രൊഡക്ഷനുള്ള ഒരു എഞ്ചിനാണ്. 2020 ഒരു 10, 12, 13 വർഷമ്പോഴും പ്രൊഡക്ഷനുള്ള ഒരു എഞ്ചിനാണ്. ജെ സീരീസ് പുതിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന എഞ്ചിനാണ്. എത്രത്തോളം ഉണ്ടാവുമെന്നുള്ള കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. അത് നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. തണ്ടർബേർഡ് എക്സിന് ഞാൻ പറഞ്ഞ ജെ സീരീസിന് പറഞ്ഞ നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓടുന്ന വണ്ടിയാണ്. എടുത്ത ആൾ സാറ്റിസ്ഫൈഡ് ആണ്. കസ്റ്റമർ സ്ഥിരമായിട്ട് വരുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട് കിലോമീറ്റർ എത്രത്തോളം ഓടിയിട്ടും പ്രശ്നങ്ങളുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി എടുത്ത ആളുകൾ അവർ മോശമായിട്ട് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലില്ല. കാരണം കമ്പാരിറ്റീവ്ലി വൈബ്രേഷൻ കുറവാണ് ജെ സീരീസിന്. തണ്ടർബേർഡിന്റെ പുതിയ വേർഷനാണ് മെറ്റിയോർ വരുന്നത്. അതിന്റെ സൂപ്പർ മെറ്റിയോർ വരെ 650 cc കുറച്ചൊരു പവർ ആവശ്യമുള്ളത് അതിലേക്ക് പോകാം. അപ്പൊ എന്ത് തന്നെ ആയാലും തണ്ടർബേർഡ് എന്ന വാഹനം ലോങ് റൈഡ് ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു വണ്ടി തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് നോക്കുന്നതിന് ഡിഫറൻറ്റ് ഞാൻ കാണിച്ചു തരാം. ശരിക്ക് ഇതിപ്പോ ക്ലാസിക് ആണ് വരുന്നത്. BS6 ആണെങ്കിൽ ക്ലാസിക് എനിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടാണ് കണ്ടല്ലേ. ശരിക്കും ടോ ആണ് ശരിക്കും എത്തുന്നത്. ശരിക്കും ഒരു ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല ഇതിൽ. അങ്ങനെ തണ്ടർബേർഡ് കാണിച്ചു തരാം. അല്ലേ, ഇത്രയും സെൻട്രൽ സ്റ്റാൻഡിലാണെങ്കിലും കൂടി അത്യാവശ്യം ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എനിക്കിതിൽ. കാരണം കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് തണ്ടർബേർഡ്. പിന്നെ തണ്ടർബേർഡിന്റെ വിഷയം ഞാൻ പറഞ്ഞുതരാം. ഹാൻഡിൽ ബാർ കുറച്ച് വലുതായത് കൊണ്ട് തുടക്കത്തിൽ ആളുകൾ ചെറിയൊരു കൺട്രോളിങ്ങിന് ചെറിയ വിഷയം വരെ കയ്യിൽ ഒതുങ്ങി കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഇറങ്ങിയിരുന്ന് ഓടിക്കുന്ന ഒരു സുഖം തണ്ടർബേർഡിന് കിട്ടും. അതായത് ശരിക്കും സീറ്റ് ലോക്കായിട്ട് നമ്മൾ ഇറങ്ങി ഓടിക്കുന്ന ഒരു സുഖമാണ് തണ്ടർബേർഡിന് കിട്ടാണ്ടല്ലേ. കറക്റ്റായിട്ട് വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. ക്ലാസിക് ആകുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ മുകളിൽ ഇരുന്ന് ഓടിക്കുന്ന ഫീലാണ് കിട്ടുക. ഇതുണ്ടല്ലേ,
നമ്മളൊരു ആനപ്പുറത്തിരുന്ന് ഓടിക്കുന്ന ആ ഒരു ഫീലാണ് ശരിക്ക് ക്ലാസിക്കിന് കിട്ടുക. ഇത്തിരി ഡിഫറെൻ്റ് ആണ്. പിന്നെ വരുന്നത് ഞാൻ ഈ കാല് വെച്ച് നോക്കുക, കാല് കറക്റ്റ് ഡയറക്റ്റ് ആണ്. നീ ഒരു 90 ഡിഗ്രിയിലാണ് നമുക്ക് ഇതിന്റെ കൺട്രോളിങ് കിട്ടുന്നത്. ഇതുണ്ടല്ലേ, കൺട്രോളിങ് 90 ഡിഗ്രിയിലാണ് കിട്ടുന്നത്. പക്ഷെ തണ്ടർബേർഡ് അങ്ങനെയല്ല, കുറച്ചുകൂടി ഫോർവേഡ് കൺട്രോൾ ആണ് വരുന്നത്. ഗിയർ ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും കുറച്ചും കൂടി ഫോർവേഡ് കൺട്രോൾ ആണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് കാല് കുറച്ചുകൂടി മുന്നോട്ടായിട്ട് ആണ്, മുട്ട് മടക്കാതെ നേരെ 90 ഡിഗ്രി അല്ലാതെ കുറച്ചുകൂടി മുന്നോട്ടായിട്ടുള്ള ഒരു കൺട്രോളിംഗ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡിന് മിക്കവാറും ക്രൂസർ വണ്ടികൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകത പിന്നെ ഫോർവേഡ് കൺട്രോൾ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഹാർലി ഡേവിഡ്സനൊക്കെ പോയ ആൾക്കാർ വണ്ടി എടുത്ത് ഫോർവേഡ് കൺട്രോൾ ഫിറ്റ് ചെയ്യണം ആദ്യം പതി ലോങ് റൈഡ് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ലോങ് റൈഡിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഫോർവേഡ് കൺട്രോൾ ആണ് തണ്ടർബേർഡ് വന്നേക്കുന്നത്. അതുകൊണ്ട് ലോങ് ആണെങ്കിൽ ഉപയോഗിക്കുക, നല്ലൊരു തണ്ടർബേർഡ് നോക്കി അങ്ങ് എടുക്കുക കേട്ടോ, അത് യാതൊരു സംശയം എനിക്ക് പറയാനില്ല. പിന്നെ അത്യാവശ്യം ലോങ് അല്ല, അത്യാവശ്യം സിറ്റി റൈഡ് ചെറിയ ലോങ് ഒക്കെ ഉള്ളെങ്കിൽ ക്ലാസിക് നല്ല വണ്ടി തന്നെ, യാതൊരു സംശയമില്ല. രണ്ട് വണ്ടിന്റെ എഞ്ചിൻ സെയിം ആണ്, പക്ഷെ അതിന്റെ റൈഡിങ് പൊസിഷനും അതിന്റെ ഷേപ്പിലും മാത്രമാണ് വന്നത്. തണ്ടർബേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂസറിന്റെ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ ഒരു ക്രൂസർ എന്നൊരു വണ്ടി എന്ന് സത്യം പറഞ്ഞ തണ്ടർബേർഡ് ആണ് ശരിക്കും. റോയൽ എൻഫീൽഡിനെ ഒന്ന് ക്ലിക്ക് ആക്കിയ വണ്ടിയും തണ്ടർബേർഡ് തന്നെയാണ്. ഒരു മാർക്കറ്റിൽ അറിയപ്പെടാൻ തുടങ്ങിയ തണ്ടർബേർഡ് ഇറക്കിയതിനു ശേഷമാണ് റോയൽ എൻഫീൽഡ് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സമയത്ത് വെച്ച് ന്യൂജൻസിന്റെ ഇടയിൽ തണ്ടർബേർഡ് ആണ്. ഇപ്പോഴും ആ ഒരു മെറ്റിയോറിന്റെ മോഡൽ തന്നെയാണ് ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരുന്നത്, സൂപ്പർ മെറ്റിയോർ. ഇപ്പൊ ക്രൂസർ വണ്ടികൾ എന്ന് ആഗ്രഹിക്കുന്ന ആൾ തണ്ടർബേർഡിലേക്ക് തീർച്ചയായും പോകാം. അതല്ല, ഈ ക്രോം എന്ന് പറഞ്ഞ സെഗ്മെന്റ് അത്യാവശ്യം റോയൽ എൻഫീൽഡ് അത്യാവശ്യം ഒരു എക്സ്പെൻസീവ് മോഡലാണ് ക്രോം ഫിനിഷ് വരുന്നത്. ക്രോം ഫിനിഷ് നല്ല ക്വാളിറ്റിയിൽ ക്രോം ഫിനിഷ് റോയൽ എൻഫീൽഡ് കൊടുക്കുന്നത്. പിന്നെ എത്ര വർഷം കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഇത് മങ്ങി പോകുന്നതായിട്ട് ക്രോം പ്ലേറ്റ് എന്തെങ്കിലും റെസ്റ്റ് ആവുന്നതായിട്ട് ഞാൻ അതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിലില്ല. തുടച്ച് കൊണ്ടുവരുന്ന നല്ല ഒരു ഭംഗിയുള്ള വണ്ടിയാണ് ഇത്. BS6 ആണ് വണ്ടി വരുന്നത്. BS6 BS4ലും ക്രോം ഉണ്ട് കേട്ടോ. എല്ലാ കാറ്റഗറിയിലും BS6 ക്രോം വന്നിട്ടുണ്ട്. ഇപ്പൊ BS4 BS6ന്റെ ഏറ്റവും വലിയ ഒരു മൈനസ് ആയിട്ട് റോയൽ എൻഫീൽഡ് ഉള്ളത് പോലെ പറയാനുള്ളത്, ഇത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈലൻസറിന്റെ ക്വാളിറ്റി വളരെ മോശമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഇത് അവരിപ്പം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം തന്നെ എൻ്റെ അഭിപ്രായം. കാരണം കേരളം പോലുള്ള നമ്മളെ ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാകുന്ന സംസ്ഥാനം, അതിനെ യോജിക്കുന്ന രീതിയിലുള്ള സൈലൻസർ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇത് കണ്ടില്ലേ, സൈലൻസർ ഇതിവിടെ ചേർത്ത് തന്നു, ഉള്ളിലെ കോറ് പൊട്ടി ഉള്ളിൽ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കസ്റ്റമറെ സമയത്തോടുള്ള മാറ്റുക എന്നുള്ള ഒരു ഹൈ എക്സ്പെൻസ് ആണ്. ഇനിയിപ്പോൾ അഥവാ കസ്റ്റമർ എന്തെങ്കിലും മാറ്റുന്നില്ല, കസ്റ്റമർ മാറ്റാൻ സാമ്പത്തികമല്ല, 20,000 എബോവ് വരുന്ന ഒരു സൈലൻസറാണിത്. അപ്പോൾ സാധാരണ ഒരു എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു ബുദ്ധിമുട്ട് BS6 വണ്ടി എടുക്കുന്ന ആളുകൾ ഈ സൈലൻസർ വെച്ച് ഓടാന്ന് വെച്ചാൽ കഷ്ടമാണ്, സൗണ്ടാണ്. പിന്നെ നല്ല സൈലൻസർ മാറ്റാൻ പൈസ ഇല്ല, ഈ സൈലൻസറിന് മാറ്റാൻ പൈസ ഇല്ല. ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെക്കാൻ 5,000-10,000 രൂപ ഫൈൻ. ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ് നമ്മളെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഒരു സൈലൻസർ മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഒരു മീഡിയം സൗണ്ടൊക്കെ വെച്ച് കാറ്റലിക് കൺവെർട്ടർ കിടക്കുന്ന മുന്നിലാണ് ഇതിന്റെ. അതുകൊണ്ട് സൈലൻസറിന് സൈലന്റ് ആക്കുന്ന, ശബ്ദം സൈലന്റ് ആക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിൽ കാറ്റലിക് കൺവെർട്ടർ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം, ഞാൻ പൊളിച്ചിട്ട് പരീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള BS3 BS4 കാറ്റലിക് കൺവെർട്ടർ ഇല്ല. BS6 എത്ര ഉണ്ട്, എന്തുകൊണ്ട് എത്ര എക്സ്പെൻസീവ് ആകുന്നു, ഇതിൽ കൺവെർട്ടർ ഉണ്ടോ എന്നുള്ളത് ഞാനിത് ഒരു സൈലൻസർ പൊളിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഏതായാലും ബേസിസ് എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു സൈലൻസറിന്റെ കാര്യം എവിടെയെങ്കിലും ചേർത്തോ ഈ തട്ടിയിട്ട് കാണണം, അതേമാതിരി ശബ്ദം വരുന്ന നോക്കിയിട്ട് ആ ഒരു സൈലൻസറിന്റെ കോസ്റ്റ് കുറച്ച് വാങ്ങിക്കിടല്ല. വാങ്ങിക്കുന്ന ആൾക്ക് വലിയൊരു അധികത്തിൽ ഒരു കുറച്ച് ഓടിക്കും, ഭയങ്കര ഇറിറ്റേറ്റീവ് ആയിരിക്കും ശബ്ദം. പിന്നെ ഈ ഒരു സൈലൻസറിന്റെ ക്വാളിറ്റി വെച്ച് റോയൽ എൻഫീൽഡ് BS6നെ കുറിച്ച് നോക്കുകയാണ്, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഉള്ളതുപോലെ പറയണല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളിൽ പിന്നെ ക്രോം ഫിനിഷ് ഓക്കെയാണ്. പിന്നെ ഇതിൽ വരുന്ന ECM വിത്ത് ടോട്ടൽ ബോഡിയാണ് ഇതിൽ വരുന്നത്. സ്റ്റാൻഡേർഡിന്റെ മാതിരിയല്ല. സ്റ്റാൻഡേർഡ് 2 മോഡൽ വന്നിട്ടുണ്ട്. ECM മാത്രം മാറ്റിയാൽ മതി, ടോട്ടൽ ബോഡി മാത്രം മാറ്റി, രണ്ടും കൂടി മാറ്റി. ഇത് കുറച്ചൊരു 10,000 നിയർ വരും എന്നൊരു കംപ്ലൈന്റ് വന്നാൽ സാധാരണ ഇത് കംപ്ലൈന്റ് വരാറില്ല കേട്ടോ. സാധാരണ പിന്നെ BS6ന് വളരെ റയറാണ് ECM കംപ്ലൈന്റ്. അതിന് കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ വർക്ക്ഷോപ്പിലേക്കും ഈ ഒരു ECM കംപ്ലൈന്റ് ആയിട്ട് ഈ ഒരു BS6 പിന്നെ ക്ലാസിക് വന്നിട്ടില്ല. കൂടുതലും സ്റ്റാൻഡേർഡിനാണ് BS6 ES കേസിനൊക്കെയാണ് വരുന്നത്. ECM സെപ്പറേറ്റ് വരുന്ന വണ്ടികളാണ് കൂടുതൽ കംപ്ലൈന്റ് വന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്ന് കമന്റ് ചെയ്യാം. കാരണം ആണെങ്കിലും BS6 വണ്ടി ആൾക്കാർ പേടിക്കാനുള്ള മെയിൻ കാരണവും അത് തന്നെയാണ്, ECM ആണ്. അപ്പോൾ പേടിക്കേണ്ട കാര്യം 4,000 രൂപ രണ്ടും എല്ലാത്തിനും കാർബേറ്ററാണ് മറ്റൊക്കെ 4,000 രൂപ എപ്പോഴും കംപ്ലൈന്റ് ഒന്നും വരില്ല കേട്ടോ. നമ്മളിപ്പോൾ അത് ഒരു കാലഘട്ടം ഒരുപാട് മാറ്റം വന്നു, ടെക്നോളജി ഒരുപാട് മാറ്റം വന്നു, ടെക്നോളജി നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് പേടിച്ചിട്ട് വണ്ടി എടുക്കാന്നൊരു കാര്യമില്ല. BS6 വണ്ടിക്ക് എന്തായാലും BS4നേക്കാളും BS3ക്കാളും കുറച്ചൊരു മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ഡെയിലി പെട്രോൾ അടിച്ച് ഓടുന്ന ആളുകൾ ആ ഒരു ഉണ്ടാക്കി തന്നെ ലാഭം വലിയൊരു ലാഭമായിരിക്കും. അത് എപ്പോഴെങ്കിലും 4000-5000 മുടക്കേണ്ടി വരും വെച്ച് പേടിച്ചിട്ട് കുറച്ച് മൈലേജ് കുറഞ്ഞ BS3 BS4 വണ്ടികൾ എടുക്കണോ നിങ്ങളൊന്ന് ആലോചിക്കുക. കാരണം ഇത് അക്യുറേറ്റ് ആയിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് സർവീസ് കൊണ്ടെടുക്കാൻ കറക്റ്റ് പ്രോപ്പറായി മൈലേജ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അറിയാതെ കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോകുന്നുണ്ട്. ബേസിക്സ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ആണ്, കുറച്ചുകൂടി മെച്ചം മൈലേജ് കിട്ടും. അത് നിങ്ങൾക്ക് ഭാവിയിൽ ലോങ് ടൈം നല്ല ലാഭം ഉണ്ടാക്കി തരും. അത് നമ്മൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, പെട്രോൾ അടിച്ചിട്ട് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബേസിക്സ് വണ്ടി ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓവർ ഹൈ പ്രൈസ്ഡ് വണ്ടികളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഹൈ പ്രൈസ് വണ്ടി 160, 170 ചോദിക്കുന്ന വണ്ടികൾ നേരെ ജെ സീരീസിലേക്ക് പോകാം. രണ്ടും സെയിം തന്നെയാണ്. ജെ സീരീസ് കുറച്ചുകൂടി കമ്പാരിറ്റീവ് വൈബ്രേഷൻ കുറവാണ്. UC ആകുമ്പോൾ പ്രൂവൺ എഞ്ചിനാണ്. ഞാൻ പറഞ്ഞ മാതിരി എല്ലാ വർക്ക്ഷോപ്പിലും എടുത്ത് പണി എവിടെ കുടുങ്ങിയാലും തിരിച്ചെടുത്ത് വരാം. ജെ സീരീസ് ആകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയുള്ള മെക്കാനിക്സിന് മാത്രമേ കുറച്ച് വർക്ക് എടുത്ത് ഫലിപ്പിക്കാൻ കഴിയുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പഠിച്ചു വന്നോളൂ. അപ്പോഴേക്ക് അതും ഓക്കെ ആയിക്കോളുള്ളൂ. അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ രണ്ട് വണ്ടിയിൽ ഏത് എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ തണ്ടർബേർഡ് പറഞ്ഞു, ക്ലാസിക് ക്രോം പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടിൻ്റെ റൈഡിംഗ് പൊസിഷനെ പറഞ്ഞു, എൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു. തണ്ടർബേർഡ് എക്സാം അലോയ് വീലുണ്ട്. BS3 തണ്ടർബേർഡ് ആകുമ്പോൾ നല്ല വണ്ടി തന്നെയാണ്. അതെടുത്ത് അലോയ് വീൽസ് കയറ്റി കഴിഞ്ഞാൽ അതും അടിപൊളി വണ്ടി തന്നെയാണ്, യാതൊരു പ്രശ്നവുമില്ല. അപ്പം തണ്ടർബേർഡ് ഏത് എടുത്തു കഴിഞ്ഞാലും നല്ല കംഫേർട്ട് ഇല്ല, ഓടിച്ചിട്ട് സുഖമുള്ള വണ്ടി നോക്കിയെടുക്കുക കേട്ടോ. നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി മാത്രം. സർവീസ് റെക്കോർഡൊക്കെ ചിലതൊക്കെ നോക്കിയിട്ടൊന്നും വണ്ടി എടുത്തിട്ട് കാര്യമില്ല. സർവീസ് ഇല്ലാത്ത വണ്ടികൾ നല്ല രീതിയിൽ ഓടുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് ഓടിക്കാൻ സുഖമുള്ള വണ്ടി ഏതാണ് അതങ്ങ് എടുക്കുക. തണ്ടർബേർഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണ് എനിക്കതേ പറയാനുള്ളൂ. അതേ സർവീസ് റെക്കോർഡൊക്കെ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി പിക്കപ്പ് ഇല്ല, ഒന്നുമില്ല, അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ സർവീസ് സെന്ററിലെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം അതങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട. അപ്പോൾ ഏതായാലും പിന്നെ ഈ രണ്ട് വണ്ടിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ്, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് കമന്റ് ചെയ്യുക. തണ്ടർബേർഡ് ആണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയും ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയും. എടുത്ത ആളുകൾ നല്ലൊരു അഭിപ്രായം പറഞ്ഞ വണ്ടിയും തണ്ടർബേർഡ് തന്നെയാണ്. പിന്നെ ക്ലാസിക് ക്രോം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്രോമിന്റെ ഫിനിഷിങ്ങുള്ള അതിപ്രസറിലുള്ള നല്ലൊരു ക്ലീൻ ആക്കി കൊണ്ടെടുക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ കൊണ്ടെടുക്കാനും പറ്റും. യാതൊരു കുഴപ്പമില്ല വണ്ടി. ഏതായാലും ഈ ഒരു സൈലൻസറിന്റെ കാര്യം ബേസിക്സ് വണ്ടി എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. സൈലൻസറിന്റെ ബെൻഡിന്റെ കാര്യം, പിന്നെ ബാക്കി മുന്നുള്ള പറഞ്ഞ കാര്യം തന്നെ MA ലൈറ്റ്, ABS ലൈറ്റ് ഒക്കെ നോക്കുക. BS4 എടുക്കുമ്പോൾ ABS ലൈറ്റ് നോക്കുക. ഓക്കെ, ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ പരിഗണിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.